സ്പാനിഷ് പൗരത്വം ലഭിച്ച കൗമാരക്കാരനായ മെസ്സി സ്പെയിനിൽ നേട്ടങ്ങൾ കൊയ്യുകയാണ്. അണ്ടർ 20 ലോകകപ്പ് വിജയവും 2005 ഗാംബർ ട്രോഫിയിൽ യുവന്റസിനെതിരായ മികച്ച പ്രകടനവും മെസ്സിയെ സൂപ്പർ താരമാക്കി. വളരെ കുറച്ചു സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. ഫുട്ബോൾ മത്സരങ്ങളും പരിശീലനങ്ങളുമായി ബാഴ്സലോണയിൽ തിരക്കു പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഉർസുല നോട്സ് റൊസാരിയോയിൽ വച്ചുണ്ടായ കാർ അപകടത്തിൽ മരണപ്പെട്ട വിവരം മെസ്സി അറിയുന്നത്. 5 വയസ്സുള്ളപ്പോൾ മുതൽ മെസ്സിയും അന്റൊനെല്ലയും സുഹൃത്തുക്കളാണ്. മെസ്സിയുടെ ആദ്യ പ്രണയമായിരുന്നു അതെന്നും പറയാം. താൻ ജീവന തുല്യം സ്നേഹിച്ച ഉർസുല എന്ന സുഹൃത്തിന്റെ മരണം അന്റൊനെല്ലയെ മാനസികമായി തകർത്തു. അവൾ ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെയും ആരോടും സംസാരിക്കാതെയും മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ഈ വിവരം മെസ്സി മനസ്സിലാക്കി. തന്റെ കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയമായിരുന്നിട്ടും അന്റൊനെല്ലയുടെ വേദനയിൽ ഒപ്പം നിൽക്കാൻ അവൻ തീരുമാനിച്ചു. ക്ലബിൽ നിന്നും അവധിയെടുത്ത് മെസ്സി അർജന്റീനയിലേക്ക് വിമാനം കയറി. റൊസാരിയോയിലെത്തി അന്റൊനെല്ലയ്ക്ക് ആശ്വാസം പകർന്ന് കൂടെ നിന്നു. ആ കഠിനമായ ദിവസങ്ങളിൽ അവളെ ആശ്വസിപ്പിക്കാനും സങ്കടങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരാനും മെസ്സി വലിയ പരിശ്രമങ്ങൾ നടത്തി. അവന്റെ കരുതലും സ്നേഹവും അവളെ വല്ലാതെ സ്പർശിച്ചു. കുട്ടിക്കാലം മുതലേ ഇരുവരും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ആ ദുരന്ത സമയത്ത് മെസ്സി നൽകിയ പിന്തുണ അവരുടെ സൗഹൃദത്തെ ആഴത്തിലുള്ള പ്രണയമാക്കി മാറ്റി. പക്ഷേ ഇരുവരും പ്രണയം രഹസ്യമായി വച്ചു. മെസ്സിയുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. 2006 ഫെബ്രുവരി 22 യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രീ ക്വാർട്ടർ മത്സരം. അന്നത്തെ ചെൽസി പരിശീലകൻ ജോസെ മൗറിഞ്ഞോ ഒരുക്കിയ പ്രതിരോധം ഭേദിക്കുക എന്നത് ലോകത്തിലെ ഏതൊരു ടീമിനും അസാധ്യമായിരുന്നു. എന്നാൽ ആ രാത്രി മെസ്സി എന്ന 18-കാരൻ നടത്തിയത് തികച്ചും അവിശ്വസനീയമായ പ്രകടനമാണ്. കളി തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെൽസിയുടെ പ്രതിരോധത്തെ വട്ടം കറക്കി മെസ്സി പന്ത് കാലിൽ ഒട്ടിച്ചുവെച്ചതുപോലെ ഓടി. എതിരാളികൾക്ക് അത് പിടിച്ചെടുക്കാൻ പോയിട്ടൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് ചെൽസിയുടെ ലെഫ്റ്റ് ബാക്കായിരുന്ന അസിർ ഡെൽ ഹോർണോയ്ക്ക് മെസ്സിയുടെ വേഗത പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോൾ ഫൗൾ ചെയ്യേണ്ടി വന്നു. അത് അദ്ദേഹത്തിന് ചുവപ്പ് കാർഡ് വാങ്ങിക്കൊടുത്തു. മെസ്സിയുടെ വേഗതയും പന്തിനുമേലുള്ള നിയന്ത്രണവും കണ്ട് കാണികൾ കണ്ണു തള്ളി നിന്നു. ഈ മത്സരത്തിന് ശേഷം സ്പാനിഷ് മാധ്യമങ്ങൾ മെസ്സിയെ ആവേശത്തോടെ അറ്റോമിക് ഫ്ലീ എന്ന് വിളിച്ചു. ചെറിയ ശരീരവും എന്നാൽ അണുബോംബ് പോലെ സ്ഫോടനാത്മകമായ വേഗതയുമുള്ള താരമെന്നായിരുന്നു ആ വാക്കിനർത്ഥം. അന്ന് ബാഴ്സലോണയുടെ കളിക്കളത്തിലെ രാജാവ് റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ചിരിച്ചുകൊണ്ട് മൈതാനത്ത് മാന്ത്രികത കാണിക്കുന്ന റൊണാൾഡീഞ്ഞോയും വേഗത കൊണ്ട് വിസ്മയിപ്പിക്കുന്ന മെസ്സിയും ഒന്നിച്ചപ്പോൾ ഫുട്ബോൾ ലോകം വല്ലാതെ പേടിച്ചു. മെസ്സിയുടെ പ്രകടനം കണ്ട് റൊണാൾഡീഞ്ഞോ ഇങ്ങനെ പറഞ്ഞു: ലോകത്തിലെ ഏറ്റവും മികച്ച താരം ഞാനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടാകും, എന്നാൽ എന്നേക്കാൾ മികച്ച ഒരുവൻ എന്റെ കൂടെ വളരുന്നുണ്ട്. ആ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായി മാറുകയായിരുന്നു. ആദ്യപാദത്തിൽ ലണ്ടനിൽ ചെൽസിയെ തകർത്ത മെസ്സിയെ നേരിടാൻ
രണ്ടാമത്തെ കളിയിൽ ചെൽസി എത്തിയത് വലിയ തയ്യാറെടുപ്പുകളോടെയായിരുന്നു. സ്വന്തം തട്ടകമായ ക്യാമ്പ് നൗവിൽ വച്ചായിരുന്നു ആ മത്സരം. കളി ആരംഭിച്ച് അധികം വൈകുന്നതിന് മുൻപ് തന്നെ മെസ്സിയുടെ വലതുകാലിലെ പേശികൾക്ക് കഠിനമായ പരിക്കേറ്റു. വേദന കൊണ്ട് പുളഞ്ഞ മെസ്സിക്ക് മൈതാനം വിടേണ്ടി വന്നു. തനിക്ക് വരാനിരിക്കുന്ന വലിയ മത്സരങ്ങൾ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവ് അന്ന് ആ 18 വയസ്സുകാരന്റെ മുഖത്ത് നിഴലിച്ചു. മെയ് 17 ഫ്രാൻസിലെ പാരീസിലുള്ള സ്റ്റേഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയം. ബാഴ്സലോണയും ആർസണലും തമ്മിലുള്ള ഫൈനൽ മത്സരം. പരിക്കിൽ നിന്ന് മെസ്സി മുക്തനായി എന്ന് എല്ലാവരും കരുതിയിരുന്നെങ്കിലും അന്നത്തെ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡ് റിസ്ക് എടുത്ത് അവനെ കളിപ്പിക്കാൻ തയ്യാറായില്ല. ബാഴ്സലോണ 2-1 ജയിച്ച് കിരീടം നേടി. സ്റ്റേഡിയം മുഴുവൻ ആഹ്ലാദത്തിൽ ആറാടുമ്പോൾ മെസ്സി ഡ്രസ്സിംഗ് റൂമിൽ തനിച്ചിരിക്കുകയായിരുന്നു. തന്റെ ടീം കിരീടം നേടുമ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു വേദനയായി. മെസ്സി ആ വിജയം ആഘോഷിച്ചതേയില്ല. താൻ കളിക്കാത്ത ഒരു ഫൈനലിലെ വിജയത്തിൽ തനിക്ക് പങ്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സഹതാരങ്ങൾ മെഡൽ കഴുത്തിലണിഞ്ഞ് ആഘോഷിക്കുമ്പോൾ മെസ്സി അത് വാങ്ങാൻ പോലും മടിച്ചു. ഈ പരിക്ക് മെസ്സിയുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായി മാറി. തന്റെ മെലിഞ്ഞ ശരീരം കടുപ്പമേറിയ മത്സരങ്ങളെ നേരിടാൻ ഇനിയും പാകപ്പെടാനുണ്ടെന്ന് മെസ്സി തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം തന്റെ വ്യായാമമുറകളിലും ശാരീരിക ക്ഷമതയിലും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫുട്ബോളിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലമായിരുന്നു അത്. 2002 കൊറിയയിലും ജപ്പാനിലുമായി നടന്ന ലോകകപ്പിനു ശേഷം 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ഫുട്ബോളിന്റെ തട്ടകമായ യൂറോപ്പിലേക്ക് ലോകകപ്പ് തിരിച്ചെത്തിയ ആവേശത്തിലായിരുന്നു ആരാധകർ. 2006 ജൂൺ 9 ആതിഥേയരായ ജർമ്മനിയും കോസ്റ്റാറിക്കയും തമ്മിലുള്ള മത്സരത്തോടെയാണ് ടൂർണമെന്റിന് തുടക്കമായത്. ലോകം മുഴുവൻ ടിവിക്ക് മുന്നിലും സ്റ്റേഡിയത്തിലുമായി തടിച്ചുകൂടിയ ഒരു മഹോത്സവത്തിന്റെ തുടക്കമായിരുന്നു അത്. ബെർലിൻ, മ്യൂണിക്, ഹാംബർഗ് തുടങ്ങി ജർമ്മനിയിലെ 12 നഗരങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ 18ാമത് ലോകകപ്പാണിത്. ഓരോ നഗരവും ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരെ കൊണ്ട് നിറഞ്ഞു. ഭൂമിയിലെ 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കരുത്തർ ഒത്തുകൂടി. പ്രധാനമായും ആഫ്രിക്കൻ കരുത്തും ലാറ്റിൻ അമേരിക്കൻ മാന്ത്രികതയും യൂറോപ്യൻ അച്ചടക്കവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അത്. കിരീടത്തിനായി 32 രാജ്യങ്ങൾ പോരാട്ടത്തിന് തയ്യാറെടുത്തു. ഒരു യുഗത്തിന്റെ അവസാനവും മറ്റൊരു യുഗത്തിന്റെ തുടക്കവും ഈ ലോകകപ്പിലായിരുന്നു. ഇതിഹാസ താരങ്ങൾ അവരുടെ കരിയറിന്റെ അന്ത്യപാദത്തിൽ നിൽക്കുമ്പോൾ അടുത്ത 2 പതിറ്റാണ്ട് ലോകം ആരെ ആരാധിക്കണം എന്നതിനുള്ള ഉത്തരം കൂടിയായിരുന്നു ഈ മത്സരം. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ തന്റെ വിസ്മയകരമായ കരിയറിന് തിരശീലയിടാനെത്തിയപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ നക്ഷത്രങ്ങളായ മെസ്സിയും റൊണാൾഡോയും
അവരുടെ ആദ്യ ലോകകപ്പ് കളിക്കാനായി മൈതാനത്തെത്തി. ചരിത്രം ഒരു കൈമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 2002 ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ പുറത്തായതിന്റെ വലിയൊരു മുറിവ് അർജന്റീനയ്ക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നിട്ടും കിരീടം നേടാൻ കഴിയാത്തതിന്റെ നാണക്കേട്. പരിശീലകൻ പെക്കർമാൻ അർജന്റീനയുടെ യൂത്ത് ടീമുകളെ നന്നായി അറിയുന്നയാളാണ്. അദ്ദേഹം റിക്കൽമി, ക്രസ്പോ തുടങ്ങിയ മുതിർന്ന താരങ്ങളെയും മെസ്സി, തേവസ് തുടങ്ങിയ യുവതാരങ്ങളെയും സമന്വയിപ്പിച്ച് ഒരു കരുത്തുറ്റ സംഘത്തെ വാർത്തെടുത്തു. അന്ന് 10ാം നമ്പർ ജേഴ്സി റിക്കൽമിക്കായിരുന്നു. മെസ്സി തന്റെ ബാഴ്സലോണയിലെ തുടക്കകാല നമ്പറായ 19ാം നമ്പറാണ് അണിഞ്ഞത്. വലിയ ആർപ്പുവിളികളില്ലാതെയാണ് അവൻ വന്നതെങ്കിലും ആ കാലുകൾ എന്തോ അത്ഭുതം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു. ചെൽസിക്കെതിരായ മത്സരത്തിൽ കാലുകൾക്ക് പരിക്കേറ്റ മെസ്സിക്ക് സീസണിലെ പല മത്സരങ്ങളും നഷ്ടമായിരുന്നു. എന്നാൽ ലോകകപ്പിന് തൊട്ടുമുൻപ് കായികക്ഷമത വീണ്ടെടുത്ത മെസ്സി തന്റെ സ്വപ്നവേദിയിൽ വിസ്മയങ്ങൾ തീർക്കാൻ സർവ്വസജ്ജനായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2006 അർജന്റീന ടീം വെറുമൊരു ടീമായിരുന്നില്ല. ലോകത്തിലെ ഏത് വമ്പന്മാരെയും വിറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പടയായിരുന്നു അത്. അവർ കളിച്ചിരുന്ന ഫുട്ബോൾ ശൈലി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ആകർഷിച്ചു. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബ്രസീലിനും ജർമ്മനിക്കുമൊപ്പം കിരീട സാധ്യതയിൽ മുൻപന്തിയിലായിരുന്നു അർജന്റീന. റിക്കൽമി എന്ന പ്ലേമേക്കറുടെ മാന്ത്രിക പാസുകളും ഹെർനാൻ ക്രസ്പോ എന്ന ക്ലിനിക്കൽ ഫിനിഷറുടെ കൃത്യതയും റോബർട്ടോ അയാളയുടെ പ്രതിരോധ കരുത്തും ചേർന്നപ്പോൾ അർജന്റീന കിരീടം നേടുമെന്ന് ലോകം ഉറച്ചു വിശ്വസിച്ചു. സെർബിയയ്ക്കെതിരായ മത്സരത്തിൽ അർജന്റീന അപ്പോഴേക്കും 3-0 മുന്നിലായിരുന്നു. എന്നാൽ ആരാധകർ കാത്തിരുന്നത് ആ 19ാം നമ്പരുകാരന്റെ വരവിന് വേണ്ടിയായിരുന്നു. ബാഴ്സലോണയിലെ സൂപ്പർ താരമായിരുന്നിട്ടും അർജന്റീന ടീമിലെ അനുഭവ സമ്പന്നരായ താരങ്ങൾക്കിടയിൽ മെസ്സിക്ക് പകരക്കാരന്റെ റോളായി. മാക്സി റോഡ്രിഗസിന് പകരക്കാരനായി മെസ്സി മൈതാനത്തേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അത് അർജന്റീനയുടെ ലോകകപ്പ് ചരിത്രത്തിലെ പുതിയൊരധ്യായമായിരുന്നു. അന്ന് മെസ്സിക്ക് 18 വയസ്സാണ്. അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മെസ്സി. വലത് വിങ്ങിൽ നിന്ന് പന്തുമായി ഉള്ളിലേക്ക് വെട്ടിത്തിരിയുന്ന മെസ്സി ഡിഫൻഡർമാർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. കളത്തിലിറങ്ങി വെറും 3 മിനിറ്റിനുള്ളിൽ ഹെർനാൻ ക്രസ്പോയ്ക്കൊരു ഗോളിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സി തന്റെ വരവറിയിച്ചു. മത്സരം അവസാനിക്കാനിരിക്കെ മെസ്സി തന്റെ മാന്ത്രികത പുറത്തെടുത്തു. ടെവസിന്റെ പാസ് സ്വീകരിച്ച് പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കുതിച്ച മെസ്സി വളരെ ശാന്തമായി ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി പന്ത് വലയിലാക്കി. ലോകകപ്പിലെ മെസ്സിയുടെ എണ്ണമറ്റ ഗോളുകളുടെ തുടക്കമായിരുന്നു അത്.
മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയപ്പോൾ ഗാലറിയിലുണ്ടായിരുന്ന മറഡോണയുടെ ആവേശം ശ്രദ്ധേയമായി. സാധാരണ VIP ബോക്സുകളിലിരിക്കുന്ന പ്രമുഖരെ പോലെയല്ല മറഡോണ അന്ന് കളി കണ്ടത്. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് ഒരു സാധാരണ ആരാധകനെ പോലെ സീറ്റിൽ നിന്ന് തുള്ളിച്ചാടിയാണ് അദ്ദേഹം മെസ്സിയെ വരവേറ്റത്. കളി അർജന്റീന 6-0 വിജയിച്ചു. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച സ്കോർ ബോർഡായിരുന്നു അത്. സെർബിയ പോലുള്ള ഒരു ടീമിനെ 6 ഗോളുകൾക്ക് തകർക്കുക എന്നത് അർജന്റീനയുടെ കരുത്തിന്റെ വിളംബരമായിരുന്നു. മെസ്സിയുടെ അരങ്ങേറ്റം ഒരു വമ്പൻ വിജയത്തോടെ ആഘോഷിക്കപ്പെട്ടു. അരങ്ങേറ്റത്തിലെ മിന്നും പ്രകടനം മെസ്സിയെ സ്റ്റാർട്ടിംഗ് 11-ലേക്ക് എത്തിച്ചു. 2006 ജൂൺ 21 നെതർലാൻഡ്സിനെതിരെയുള്ള വലിയ മത്സരത്തിൽ ആദ്യമായി മെസ്സി മൈതാനത്ത് കളി തുടങ്ങാനിറങ്ങി. യൂറോപ്പിലെ വമ്പന്മാരായ നെതർലൻഡ്സിനെതിരെ ഒട്ടും ഭയമില്ലാതെയാണ് മെസ്സി പന്തുമായി കുതിച്ചത്. ഖാലിദ് ബൗളറൂസിനെ പോലുള്ള കരുത്തരായ പ്രതിരോധ താരങ്ങളെ മെസ്സി തന്റെ ഡ്രിബിളിങ്ങുകൾ കൊണ്ട് വട്ടം കറക്കി. മെസ്സിയെ തടയാൻ അവർക്ക് പലപ്പോഴും ഫൗൾ ചെയ്യേണ്ടി വന്നു. 70 മിനിറ്റോളം മെസ്സി മൈതാനത്തുണ്ടായിരുന്നു. ഗോളുകളൊന്നും പിറന്നില്ലെങ്കിലും കളി ആവേശകരമായി. നെതർലാൻഡ്സിന് സമനിലയിൽ തളച്ചതോടെ അർജന്റീന ഗ്രൂപ്പ് സിയിലെ 1-ാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. അർജന്റീനയും മെക്സിക്കോയും തമ്മിലുള്ള പോരാട്ടം എപ്പോഴും കടുത്തതാണ്. നോക്കൌട്ട് ഘട്ടത്തിലെ ആദ്യ മത്സരമായിരുന്നു ഇത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ നിൽക്കുകയായിരുന്നു. കളി പെനാൽറ്റിയിലേക്ക് നീങ്ങുമോ എന്ന് ആരാധകർ ഭയപ്പെട്ടു. മത്സരം അവസാനിക്കാൻ 6 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പരിശീലകൻ പെക്കർമാൻ മെസ്സിയെ കളത്തിലിറക്കിയത്. മെസ്സി മൈതാനത്തെത്തി അധികം വൈകാതെ പന്ത് വലയിലെത്തിച്ചു. എന്നാൽ ലൈൻസ്മാൻ ഓഫ് സൈഡ് കൊടി ഉയർത്തി. എക്സ്ട്രാ ടൈമിന്റെ 98-ാം മിനിറ്റിൽ മാക്സി റോഡ്രിഗസ് നേടിയ ഐതിഹാസിക ഗോളിൽ അർജന്റീന 2-1 വിജയിച്ചു. അങ്ങനെ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയെ നേരിടാൻ യോഗ്യത നേടി. ജർമ്മനിക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം അർജന്റീനയ്ക്ക് നിർണായകമായിരുന്നു. ആതിഥേയരായ ജർമ്മനിയെ അവരുടെ നാട്ടിൽ നേരിടുക എന്നത് തന്നെയായിരുന്നു പ്രധാന വെല്ലുവിളി. മത്സരത്തിന്റെ 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റോബർട്ടോ അയാള നേടിയ ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തി. ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് അർജന്റീന ഏകദേശം അടുത്തു കഴിഞ്ഞിരുന്നു. ആ സമയം മെസ്സി ബെഞ്ചിലിരുന്ന് ആവേശത്തോടെ കളി വീക്ഷിക്കുകയായിരുന്നു. അർജന്റീന 1-0 മുന്നിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കളി ജയിച്ചുവെന്നുറപ്പിച്ച പരിശീലകൻ പെക്കർമാൻ കൂടുതൽ ഗോളുകൾ നേടുന്നതിന് പകരം ഉള്ള ഗോൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് പകരക്കാരെ ഇറക്കുന്നതിൽ 3 അവസരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിഹാസ താരമായ റിക്വൽമിയെ പിൻവലിച്ച് പ്രതിരോധ താരം കമ്പിയാസോയെ ഇറക്കിയതടക്കമുള്ള മാറ്റങ്ങളിൽ അറ്റാക്കിംഗ് താരമായ മെസ്സിക്ക് ഇടം ലഭിച്ചില്ല.
എന്നാൽ അമിതമായി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞത് ജർമ്മനിക്ക് അവസരമായി. എൺപതാം മിനിറ്റിൽ മിറോസ്ലാവ് ക്ലോസയിലൂടെ ജർമ്മനി സമനില പിടിച്ചു. മെസ്സിയെപ്പോലൊരു താരം മൈതാനത്തില്ലാത്തത് ജർമ്മൻ പ്രതിരോധത്തിന് പേടിയില്ലാതെ ആക്രമിക്കാൻ ധൈര്യം നൽകി. എക്സ്ട്രാ ടൈമിലും ഗോൾ പിറക്കാതെ വന്നതോടെ വിജയികളെ തീരുമാനിക്കാൻ ഷൂട്ടൌട്ട് വേണ്ടി വന്നു. തന്റെ ടീമിനെ സഹായിക്കാൻ കഴിയാതെ കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വന്ന മെസ്സിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പകരക്കാരുടെ കോട്ട തീർന്നതിനാൽ ഷൂട്ടൌട്ടിൽ പന്ത് തൊടാൻ പോലും മെസ്സിക്ക് കഴിഞ്ഞില്ല. തന്റെ ആദ്യ ലോകകപ്പിൽ രാജ്യത്തെ സെമിയിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച മെസ്സി ഓരോ നിമിഷവും പിരിമുറുക്കത്തിലായി. തന്റെ നഖങ്ങൾ കടിച്ചും മുഖം പൊത്തിയും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഷൂട്ടൌട്ടിൽ തോറ്റ് അർജന്റീന പുറത്തായപ്പോൾ ലോകം കണ്ടത് തല താഴ്ത്തി വിങ്ങിക്കരയുന്ന മെസ്സിയെയാണ്. സഹതാരങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുമ്പോൾ മെസ്സിക്ക് തന്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. ആ കണ്ണീർ വെറുമൊരു തോൽവിയുടേത് മാത്രമല്ലായിരുന്നു, മറിച്ച് തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള നിരാശയുടേത് കൂടിയായിരുന്നു.